Hello students, welcome again to Computer Science class. Computer Science classൽ നമ്മൾ 4th lesson ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വെബ് ടെക്നോളജി എന്ന് പറഞ്ഞ ലെസൺ അല്ലേ. ഇത് നമ്മൾ വൈൻഡപ്പ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 5th lesson ആണ്, വെബ് ഡിസൈനിങ് യൂസിങ് HTML. അതായത് നമ്മളിപ്പോൾ HTML വെബ് ടെക്നോളജിയിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, HTML എന്താണെന്നുള്ളത് കണ്ടു അല്ലേ. ഇനി ആ HTML യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് വെബ് ഡിസൈനിങ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് ഈ ലെസണിൽ, 5th lesson. ഇപ്പോൾ ഈ 2 ലെസനോട് കൂടിയിട്ട് 4th ഉം 5th ഉം ഇമ്പോർട്ടൻറ്റ് 2 ലെസൺസാണ്. അതിലാണ് നമ്മൾ HTML ഓൾമോസ്റ്റ് കവർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾക്ക് നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ലാസ്റ്റ് ലെസനെ ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. അതായത് 4th ലെസനെ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ 4th ലെസണിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ഓൺ വെബ് ആയിരുന്നു അല്ലേ. അതായത് നമ്മൾ വെബിൽ എങ്ങനെയാണ് അതായത് വെബിൽ എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കണേന്നുള്ളത് പറഞ്ഞു അല്ലേ. അപ്പോൾ മെയിനായിട്ട് 2 ടൈപ്പിലുള്ള കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷനും സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷനും അല്ലേ. നമ്മൾ ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ക്ലയൻറ്റ് ടു സെർവറും വരും, സെർവറിൽ നിന്ന് സെർവറിലേക്കും കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെബ് സെർവർ ടെക്നോളജീസ് അല്ലേ. വെബ് സെർവറിലെ അതായത് ഇതിലെ ടെക്നോളജി, എന്തൊക്കെ ടെക്നോളജീസ് ആണ്, എന്തൊക്കെ ടേംസ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് വെബ് സെർവർ അല്ലേ. വെബ് സെർവർ എന്താണെന്ന് കണ്ടു നമ്മൾ അല്ലേ. വെബ് സെർവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുട്ടാ, ദാറ്റ് ഹോസ്റ്റ് ഓൾ ദ സൈറ്റ്സ് അല്ലേ. വെബ്സൈറ്റുകളെ ഹോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് വെബ് സെർവർ എന്ന് പറഞ്ഞത്. ദെൻ ഇമ്പോർട്ടൻ്റ് ഈ വെബ് സെർവർ, വെബ് പോർട്ട്, DNS സർവേഴ്സൊക്കെ എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാറുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് സോഫ്റ്റ്വെയർ പോർട്ട് അല്ലേ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ കാണാറുണ്ട്. സോഫ്റ്റ്വെയർ പോർട്ട് എന്താണെന്ന് കണ്ടു അല്ലേ. സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഓരോ അല്ലേ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ പോർട്ടുകളുണ്ട്. ഹാർഡ്വെയർ സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, അത് ഫിസിക്കൽ ഡിവൈസുകളെ കണക്ട് ചെയ്യാനായിരുന്നു. അതേപോലെ സോഫ്റ്റ്വെയറുകളെ, അതായത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിങ്ങിൻ്റെ കേസൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ ഒരുപാട് ആപ്പുകൾ വേണ്ടി വരും അല്ലേ, ഒരുപാട് സോഫ്റ്റ്വെയർസ് വേണ്ടി വരും. ആ ഓരോ സോഫ്റ്റ്വെയർസിന് അല്ലെങ്കിൽ ഓരോ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പോർട്ടുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പോർട്ട് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് പോർട്ടുകൾ ഒരു ടേബിളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ അല്ലേ, HTTPക്ക് വേണ്ടിയിട്ട്, FTPക്ക് വേണ്ടിയിട്ട് ഒരു പോർട്ട് അല്ലേ. അതിൽ HTTPയും HTTPSൻ്റെ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ, അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ പ്രാവശ്യം കാണാറുള്ളതാണ് കേട്ടോ. ദെൻ DNS സർവേഴ്സ്. DNS സർവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഡൊമൈൻ നെയിം സർവർ അല്ലേ, ഡൊമൈൻ നെയിം സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, നമുക്ക് നമ്മളുടെ അല്ലേ സൈറ്റിനെ നമ്മളൊരു നെയിം കൊടുക്കുന്നുണ്ട്, ആ നെയിമിന് കറസ്പോണ്ടിങ് IP അഡ്രസ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നതാണ് എന്ത്, DNS അല്ലേ. ആദ്യം എന്ത് ചെയ്യും, DNS സർവറിൽ പോയിട്ടാണ് സെർച്ചിങ് നടക്കുന്നത്. അപ്പോൾ DNS സർവർ എന്താണെന്ന് കണ്ടു. ഇതിൽ തന്നെ DNS സർവറിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് IP അഡ്രസ്സിനെ കറസ്പോണ്ടിങ് DNSൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നതെന്നല്ലേ. ഒരു 7-8 സ്റ്റെപ്പ് വെച്ചിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാട്ടോ. അപ്പോൾ ഈ DNS സർവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദെൻ വെബ് ഡിസൈനിങ്. വെബ് ഡിസൈനിങ്ങിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്, എങ്ങനെയാണ് വെബ്സൈറ്റിനെ ഡിസൈൻ ചെയ്യുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു എന്താ, ബേസിക് ആയിട്ട് HTML യൂസ് ചെയ്തിട്ടാണ് വെബ് ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആയിരുന്നു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് അല്ലേ. അപ്പോൾ വെബ് ഡിസൈനിങ്ങിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ, വെബ് പേജുകളായിട്ടാണ് അല്ലേ വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. ദെൻ വെബ് പേജുകളെ നമ്മളെങ്ങനെ, മെയിനായിട്ട് 2 ടൈപ്പ് വെബ് പേജസ് ഉണ്ടെന്ന് പറയാം, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ്. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്, സ്റ്റാറ്റിക്കും ഉണ്ട് ഡൈനാമിക്കും ഉണ്ട്. അത് രണ്ടും എന്താണെന്ന് നമ്മളൊരു ടേബിൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു 4 പോയിന്റ് വീതമുള്ള ഒരു ടേബിൾ ആയിരുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടേബിൾ പഠിക്കുക, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആയിരുന്നു എന്ത്, സ്ക്രിപ്റ്റ്. വാട്ട് ഈസ് സ്ക്രിപ്റ്റ്? നമ്മൾ പറഞ്ഞു എന്താ, HTMLൻ്റെ ഉള്ളിൽ നമുക്ക് ചിലപ്പോൾ കോഡ് എഴുതേണ്ടി വരും അല്ലേ, അനദർ കോഡിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ എന്ന് പറയുക, സ്ക്രിപ്റ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ നമ്മൾ കുറച്ച് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ കണ്ടു നമ്മൾ എന്തായാലും. ഇനി ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിന് നമ്മൾ എങ്ങനെ മെയിനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും. അപ്പോൾ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതേണ്ടി വരും, സെർവറിൻ്റെ സൈഡിലും വേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ അതിന് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രിപ്റ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ദെൻ 2 ടൈപ്പുള്ള സ്ക്രിപ്റ്റിംഗ് കാണാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഏതൊക്കെ ലാംഗ്വേജുകളാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തു, ക്ലയൻറ്റ് സൈഡും സെർവർ സൈഡും. ഇനി ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളാണ് പറഞ്ഞത്. ഈ ലാംഗ്വേജുകളെ തന്നെ നമ്മൾ എന്താ ഓരോന്നും എന്താ ക്ലയൻറ്റ് സൈഡിൽ യൂസ് ചെയ്യുന്നത്, സെർവർ സൈഡിൽ യൂസ് ചെയ്യുന്നത്, അങ്ങനെ പറയുന്നുണ്ട് നമ്മൾ അല്ലേ.
ഫസ്റ്റ് അതാണ് ജാവാ സ്ക്രിപ്റ്റ് അല്ലേ, VB സ്ക്രിപ്റ്റ്, PHP, ആക്റ്റീവ് സർവർ പേജസ് അതായത് ASP, ദെൻ ജാവ സർവർ പേജസ് JSP. ഇത്രയാണ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ. ഇതിൽ ഓരോന്നും ജസ്റ്റ് 2 മാർക്കിന് വാട്ട് ഈസ് PHP, വാട്ട് ഈസ് ആക്റ്റീവ് സർവർ പേജസ് അല്ലെങ്കിൽ ASP ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിരുന്നു കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്സ് അല്ലേ. നമുക്ക് എന്തിനാ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അതായത് നമുക്ക് എന്താ, അപ്പോൾ നമ്മൾ അതിലൊരു ടെക്നോളജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജാസ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പിന്നെ കോഡ് എഴുതേണ്ടി വരില്ല, നമ്മൾ റീയൂസ് ചെയ്യാൻ പറ്റും നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റൈലിംഗ് മെത്തേഡാണ് കാസ്കേഡ്, CSS എന്ന് പറയും, കാസ്കേഡ് സ്റ്റൈൽ ഷീറ്റ്സ്. നെക്സ്റ്റ് പിന്നെ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിരുന്നു ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ HTML. HTML എന്താന്ന് പറഞ്ഞു അല്ലേ. വെബ് ഡിസൈനിങ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ, ഡിസൈനിങ്ങിന് വേണ്ടി നമ്മൾ എന്താ ബേസിക് ആയിട്ട് HTML എന്ന് പറഞ്ഞ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ HTML. അതിൽ നമ്മൾ കണ്ടു അല്ലേ, HTMLൻ്റെ ബേസിക് സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, essay question വരെയായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ HTML ഫസ്റ്റ് ടാഗ് HTML, ദെൻ എന്തായിരുന്നു ഹെഡ് അല്ലേ, ഹെഡ് ടാഗ് തുടങ്ങിയതിന് ശേഷം എന്തായി, പിന്നെ ടൈറ്റിൽസ് തുടങ്ങി, ദെൻ ടൈറ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക, ഹെഡിനെയും ക്ലോസ് ചെയ്യുക. ദെൻ അതിന് ശേഷമാണ് നമ്മൾ ബോഡി ടാഗിന് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ വെബിൻ്റെ കണ്ടന്റ്, സൈറ്റിൻ്റെ കണ്ടന്റ് എന്താണോ അത് ഫുള്ള് നമ്മൾ ചെയ്യുന്നു, ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നു. ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്യുക, യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം HTML ക്ലോസ് ചെയ്യുക. ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ HTML എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ ബേസിക് സ്ട്രക്ചർ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാഗുകളെ മെയിനായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്തൊക്കെയാണ്, കണ്ടെയ്നർ ടാഗും എംപ്റ്റി ടാഗും അല്ലേ. കണ്ടെയ്നർ ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് റിക്വയർസ് എ ക്ലോസിങ് ടാഗ് അല്ലേ, അതിനെന്തായാലും ഒരു ക്ലോസിങ് ടാഗ് വേണം. എംപ്റ്റി ടാഗ് ആണെങ്കിലോ അതിനങ്ങനെ നമ്മളൊരു ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലോസ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ബേസിക് സ്ട്രക്ചറിൻ്റെ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുക, എഴുതാനും അറിഞ്ഞിരിക്കുക, ഓരോ ടാഗുകൾ എന്തിനു യൂസ് ചെയ്യുന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്, ഒരുപാട് ടാഗുകൾ നോക്കിയതാണ് സം കോമൺ ടാഗ്സ് അല്ലേ. കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടാഗുകൾ കണ്ടു ഇല്ലേ. നമ്മൾ ഹെഡിങ് ടാഗ്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്, ബ്രേക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടാഗ് അല്ലേ, ഫോണ്ട്, അങ്ങനെ ഒരുപാട് ടാഗുകൾ. ഈ കോമൺ ടാഗ്സിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ടാഗുകൾ എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലാബ് എക്സാമിൻ്റെ വൈവയ്ക്ക് ആയാലും ചോദിച്ച് കാണാറുണ്ട്. ഈ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ഉണ്ട് ഇതിൽ ഇല്ലേ, ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് ഏതൊക്കെയായിരുന്നു, ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടാഗുകൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോമൺ ടാഗ്സ് എന്ന് പറഞ്ഞത് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി ലാബിൽ ചെയ്യുന്നത്. അതായത് തിയറി ആണെങ്കിലും നമുക്ക് എന്ത് വേണം, പ്രാക്ടിക്കൽ ആണെങ്കിലും ഈ കോമൺ ടാഗുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഓരോന്ന് എന്തിനു വേണ്ടി യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഇതൊരു ടോപ്പിക്കായിരുന്നു HTML എൻറ്റിറ്റീസ് ഫോർ റിസർവ്ഡ് ക്യാരക്ടേഴ്സ്. നമ്മൾ പറഞ്ഞു എന്താ, HTML നമുക്ക് അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും നമുക്ക് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ അല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ആംഗിൾ ബ്രാക്കറ്റ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, പിന്നെ നമുക്ക് ആംബ്രസെൻറ്റ്, @ അങ്ങനത്തെ സിമ്പിൾസിനൊന്നും നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ കോഡിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ദേ ആർ റിസർവ്ഡ് ക്യാരക്ടേഴ്സ്. അതായത് HTMLൻ്റെ കൂടെ അല്ലേ, HTMLൻ്റെ കോഡ് എഴുതുന്നത് എങ്ങനെയാണ്, നമ്മൾ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ സിമ്പിളിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിനെ നമുക്ക് ഡയറക്റ്റ് എന്താ, HTMLൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ സിമ്പിൾ വരണമെന്ന് വിചാരിക്കാം, നമുക്ക് ഇതിൻ്റെ കൂടെ എഴുതാൻ പറ്റില്ല. ആ സിമ്പലിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കോഡിൽ HTML കോഡിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം, നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ HTML എൻറ്റിറ്റീസ് യൂസ് ചെയ്യുന്നത്, അതായത് റിസർവ്ഡ് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് എൻറ്റിറ്റീസ്. അപ്പോൾ നമ്മൾ അതിനൊരു ടേബിൾ ഉണ്ടായിരുന്നു അല്ലേ, കുറച്ചധികം ലെസ് ദാൻ സിമ്പലിന് എങ്ങനെയാണ്, ഗ്രേറ്റർ ദാൻ സിമ്പലിന് എങ്ങനെയാണ് അല്ലേ, കോപ്പി റൈറ്റിന്, ട്രേഡ് മാർക്കിന്, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസർവ്ഡ് ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞൊരു ടോപ്പിക്കായിരുന്നു ആഡിങ് കമൻറ്റ്സ് ഇൻ HTML എങ്ങനെയാണ് കമൻറ്റ് ആഡ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഹൗ ക്യാൻ ആഡ് കമൻറ്റ് ഇൻ ആൻ HTML. എങ്ങനെയായിരുന്നു, നമ്മൾ ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ എക്സ്ക്ലമേഷൻ മാർക്ക്, ദെൻ 2 ഹൈഫൺ അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ല, 2 ഹൈഫൺ, ദെൻ ഗ്രേറ്റർ ദാൻ സിമ്പൽ, അതായത് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ബ്രാക്കറ്റും കാണിക്കുക. അതിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ കമൻറ്റ് എഴുതിയിരുന്ന HTML അല്ലേ. കമൻറ്റ് എന്തിനായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ CPP പ്രോഗ്രാമിങ്ങിലും കമൻറ്റ് എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ HTML എങ്ങനെയാണ് കമൻറ്റ് എഴുതുന്നത് എന്നുള്ളത് കാണാറുണ്ട്. ദെൻ പിന്നെ ഇത്രയായിരുന്നു നമ്മൾ മെയിനായിട്ട് നമ്മളുടെ 4th ലെസണിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട് അല്ലേ. സ്ക്രിപ്റ്റ് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ്, പിന്നെ CSS ബേസിക് സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ ടാഗ്സിൽ ഓരോ ടാഗും 2 മാർക്കിനായിട്ട് ചോദിക്കാറുണ്ട്, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത്.
പിന്നെ അതിൽ തന്നെ വരുന്നതാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗിൻ്റെ യൂസ് എന്താണെന്നുള്ളത്. ഓക്കെ, പിന്നെ അതിന് മുന്നേ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചോദിക്കാറുണ്ട്, ക്ലയൻറ്റ് സെർവറും സെർവർ സൈഡും. ദെൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ്. വെബ് ഡിസൈനിങ്ങിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ 2 ടൈപ്പിലുള്ള വെബ് പേജസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഈ 4th ലെസൺ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലെസൺ ആണ്. അത്യാവശ്യം ടോപ്പിക്കുകൾ ഇതിൽ നിന്ന് തന്നെ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 5th ലെസണിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ വെബ് ഡിസൈനിങ് യൂസിങ് HTML ആണെന്ന് പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് വെബ് ഡിസൈനിങ് ചെയ്യുന്നതെന്ന് HTML യൂസ് ചെയ്തിട്ട്. നമ്മളിപ്പോൾ ബേസിക്സ് ടാഗുകളും പിന്നെ അത് കൂടാതെ കുറച്ച് ടാഗുകളും മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ. ഇനി അതുകൂടാതെ നമുക്ക് എന്താ ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് കൂടി, അതായത് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് കൂടി നമുക്ക് വേണ്ട HTML ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടി വരും. ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മളുടെ ഇന്നത്തെ ഈ 5th ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് ലിസ്റ്റ് ഇൻ HTML. അതായത് നമ്മൾ ചിലപ്പോൾ ചില സൈറ്റുകൾ നോക്കുമ്പോൾ കാണാം ലിസ്റ്റ് ചെയ്ത് കാണുന്നുണ്ടായിരിക്കും അല്ലേ, ഇൻഫർമേഷൻസൊക്കെ ഇല്ലേ, ലിസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ ലിസ്റ്റിന് എങ്ങനെയാണ് അങ്ങനെ ലിസ്റ്റിംഗ് എങ്ങനെയാണ് HTML വരുന്നത് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ലിങ്ക് ഇൻ HTML. ലിങ്ക്സ് ഇൻ HTML, അതായത് ലിങ്ക്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലേ, നമ്മൾ ലിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലിങ്ക് വരുമ്പോൾ എന്താ നമ്മളുടെ കേഴ്സർ അല്ലേ, മൗസിൻ്റെ കേഴ്സറിന് കളർ ചേഞ്ച് വരും അല്ലേ. അപ്പോൾ നമ്മളത് ഓരോന്ന് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിങ്ക് വി ലിങ്ക് എന്നൊക്കെ പറഞ്ഞ് 4th ലെസണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെ ലിങ്കുകൾ ഉണ്ടെന്നേ പറഞ്ഞോളൂ. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ലിങ്ക് HTML ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോണേന്ന്. ഓക്കെ, HTML ലിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗോ ടു അനദർ വെബ് പേജ് ഓർ വെബ്സൈറ്റ് അല്ലേ. വെബ് പേജോ വേറൊരു വെബ് പേജിലേക്കോ വേറൊരു വെബ്സൈറ്റിലേക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ, മൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ലിങ്ക് HTML കൊടുക്കുക എന്നുള്ളത്. ദെൻ ടേബിൾസ് ഇൻ HTML എങ്ങനെയാണ് ടേബിൾ കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ SLC റിസൾട്ടൊക്കെ നോക്കുമ്പോൾ അല്ലേ ഒരു ടേബിളാർ ഫോമിലാണ് നമുക്ക് കിട്ടുന്നത് റിസൾട്ട് അല്ലേ. അതെങ്ങനെയാണ് വരുന്നത്, അതായത് ടേബിൾസിന് എങ്ങനെയാണ് നമ്മളുടെ HTML ഇംപ്ലിമെൻറ്റ് യൂസ് ചെയ്യാന്ന്. നെക്സ്റ്റ് ഫ്രെയിംസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ലാബിൽ വരെ ചെയ്യാനുള്ളതാണ് നമുക്ക് ഈ ഫ്രെയിംസിൻ്റെ HTML. ഓക്കെ, ഫ്രെയിംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മളുടെ വിൻഡോനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും 2 സെക്ഷൻ അല്ലെങ്കിൽ 3 സെക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ വിൻഡോസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 2 സെക്ഷനായിട്ട്, അതായത് വിൻഡോനെ നമുക്ക് ഹൊറിസോണ്ടലോ അല്ലെങ്കിൽ വെർട്ടിക്കലോ ഡിവൈഡ് ചെയ്യാം. ഒരുപാട് ഡിവിഷൻസ് ചെയ്യേണ്ടി വരും നമുക്ക്. ആ ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഫ്രെയിംസ് എന്ന് പറഞ്ഞത്. അതായത് ഒരു വിൻഡോനെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ വിൻഡോസ് ആയിട്ട് അതിൽ ഓരോന്നിലും ഓരോ കണ്ടന്റുകൾ ഇങ്ങനെ കൊടുക്കുക, ഓരോ ഇൻഫർമേഷൻസ് കൊടുക്കുക. അതാണ് എന്ത് ഫ്രെയിംസ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ആണ് ഫോംസ് അല്ലേ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നു, എക്സാമിൻ്റെ രജിസ്ട്രേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്താ ശരിക്കും ഒരു ഫോം ഫില്ല് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ നമ്മുടെ നെയിം എൻ്റർ ചെയ്യുന്നു, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു അല്ലേ, ദെൻ അഡ്രസ്സ് കൊടുക്കണു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതെന്താ, അത് ഫോമാണ്. HTML ഫോമുകൾ എന്നാണ് പറയുന്നത്. ആ ഫോമുകൾ എങ്ങനെയാണ് നമ്മൾ HTML ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു 5 ടോപ്പിക്കാണ് നമ്മൾ നമ്മളുടെ ഈ 5th ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇമ്പോർട്ടൻ്റ്, ഓരോ ടോപ്പിക്കും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലിസ്റ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. ദെൻ എങ്ങനെയാണ് ലിങ്ക് കൊടുക്കണതെന്ന് ചോദിക്കാറുണ്ട്, ടേബിൾ എങ്ങനെയാണ് വരുന്നതെന്ന് കാണാറുണ്ട്. ഇതൊക്കെ നമുക്ക് ലാബിൽ ചെയ്യേണ്ട, ഈ ഇവിടം തൊട്ട് നമ്മൾ ലാബിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ടേബിൾസ് കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രെയിംസ് എല്ലാ പ്രാവശ്യം മെയിൻ എക്സാമിനും തിയറി എക്സാമിന് ചോദിക്കാറുണ്ട്, ലാബ് എക്സാമിന് എന്തായാലും വരുന്നതാണ്. ദെൻ ഫോംസ് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോംസ് വെച്ചിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണം. എക്സാമിന് തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. ഒരു ഇത് തന്നിട്ട് അതേപോലെ നിങ്ങളോട് ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ 5th ലെസണിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഇൻ HTML. നമ്മൾ പറഞ്ഞു ചില കേസിൽ നമുക്ക് ഇൻഫർമേഷൻസിനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കേണ്ടി വരുന്നു അല്ലേ, അതായത് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും ഇൻഫർമേഷൻസിനെ. എങ്ങനെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കുക, ലിസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഓർഡേർഡ് ലിസ്റ്റ്. അതായത് ഇങ്ങനെ നമ്പർ ചെയ്തിട്ട് കാര്യങ്ങൾ വരിക, 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്പറിങ് വരും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വേർഡിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും ബുള്ളറ്റ്സ് അല്ലേ, ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ആ ഒരു ലിസ്റ്റിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ലിസ്റ്റിംഗ് വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ HTML എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ലിസ്റ്റ് ഉണ്ട് ഇല്ലേ. നമുക്കറിയാം നമ്പറിങ് കൊടുത്തിട്ടുള്ള ലിസ്റ്റ് ഉണ്ട് 1 2 3 അല്ലേ. അതല്ലാതെ നമുക്ക് എന്താ അറിയാം ഡോട്ടഡ് ലിസ്റ്റ്, അതായത് ബുള്ളറ്റ് കൊടുക്കാം അല്ലേ. നമ്പറിങ്ങിന് പകരം നമുക്ക് ബുള്ളറ്റ്സ് കൊടുക്കാം. ആ ബുള്ളറ്റ്സ് തന്നെ ഒരുപാട് ഫോർമാറ്റിൽ കൊടുക്കാം അല്ലേ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ലിസ്റ്റ് ഉണ്ട്. HTML മെയിനായിട്ട് 3 ടൈപ്പിലുള്ള ലിസ്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
HTML പ്രൊവൈഡ് ചെയ്യുന്നത് 3 ടൈപ്സ് ഓഫ് ലിസ്റ്റ്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഓക്കെ, 3 ടൈപ്പിലുള്ള ലിസ്റ്റ്. അതായത് ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അൺഓർഡേർഡ് ഉണ്ട്, ദെൻ ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. ഓർഡേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും 1, 2, 3 അതായത് നമ്പറിംഗ് ആയിട്ട് വരുന്ന ലിസ്റ്റുകൾ ഓർഡേർഡ് ആണ്. ഓക്കെ, അൺഓർഡേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലാണ് എന്ത് ഇങ്ങനെ ബുള്ളറ്റ് ആൻഡ് ബുള്ളറ്റിൻ്റെ ആ ഒരു ഫോർം ബുള്ളറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതാണ് എന്ത് അൺഓർഡേർഡ്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ കൊടുക്കുന്ന പോലെ ഡെഫിനിഷൻ വരാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഡെഫിനിഷനൊക്കെ ഇപ്പോൾ സപ്പോസ് ഇത് തന്നെ ലിസ്റ്റ് ഇൻ HTML അല്ലേ, ഇതെന്താ ഒരു ഡെഫിനിഷനായിട്ട് വരണമെന്ന് വിചാരിക്കാം നമുക്ക്. അതായത് നമ്മൾ പറയുന്ന പോലെ ഡിഫൈൻ ചെയ്യുന്ന പോലെ നമ്മളുടെ വെബ് പേജിലും അതേപോലെ തന്നെ വരണമെന്ന് വിചാരിക്കുക ലിസ്റ്റ് ചെയ്തിട്ട്. അതിനെയാണ് എന്ത് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 3 ടൈപ്പ് ലിസ്റ്റും നമുക്ക് എന്താ ലാബിൽ ചെയ്ത് കാണിക്കാനുള്ളതാണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ HTML കോഡിങ് എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഓർഡേർഡ് ഉണ്ട്, അൺഓർഡേർഡ് ഉണ്ട് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിന് ഓരോന്നിനും വേണ്ടി യൂസ് ചെയ്യുന്ന HTML ടാഗുകൾ എന്താണെന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. 4th ലെസൺ ഒന്ന് റിവൈസ് ചെയ്തു, ദെൻ 5th ലെസൻ്റെ ഒരു ഓവർവ്യൂ പറഞ്ഞു, അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമുക്ക് 5th ലെസൺ കണ്ടിന്യൂ ചെയ്യാം. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.